നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭയിൽ സർക്കാരിനെയും BJPയെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന ആശയത്തെ BJP ആക്രമിക്കുകയാണെന്നും BJPയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അഗ്നിപഥ്, നീറ്റ്, മണിപ്പൂർ, കർഷക സമരം എന്നീ വിഷയങ്ങളാണ് പ്രധാനമായും രാഹുൽ ലോക്സഭയിൽ ഉയർത്തിയത്. പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ലെന്നും സത്യമാണ് ആയുധമെന്നും രാഹുൽ പറഞ്ഞു. ആരെയും ഭയപ്പെടുന്നില്ലെന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നതെന്ന് പറഞ്ഞ് ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗുരു നാനാക്കിന്റെ ചിത്രവും ഇസ്ലാം മത ചിഹ്നവും പ്രദർശിപ്പിച്ചു. രാഹുലിന്റെ പരാമർശങ്ങളെ എതിർത്ത് ഭരണപക്ഷം രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ ഭരണപക്ഷ ബഹളം. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നുവെന്നും നിങ്ങൾ ഹിന്ദുവല്ലെന്നും ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്മേലാണ് ഭരണപക്ഷം ബഹളം വെച്ചത്. ഇതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട നരേന്ദ്രമോദി ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചത് ഗൗരവതരമാണെന്ന് വ്യക്തമാക്കി. എന്നാൽ താൻ ഹിന്ദുക്കളെയല്ല നരേന്ദ്രമോദിയെയും BJPയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദുവെന്നാൽ BJP അല്ലെന്നും രാഹുൽ മറുപടി നൽകി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർക്ക് 5 മാസം തടവും 10 ലക്ഷം രൂപയും പിഴയും വിധിച്ച് ദില്ലി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. ഇപ്പോഴത്തെ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നവീൻ സക്സസേന 2001 നൽകിയ മാനനഷ്ട കേസിലാണ് മേധാ പട്കറിന് ശിക്ഷ വിധിച്ചത്. അപ്പീൽ നൽകുന്നതിനായി ശിക്ഷ 30 ദിവസത്തേക്ക് കോടതി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മേധയുടെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് 1-2 വർഷത്തെ തടവ് വിധിക്കാത്തതാണെന്നും കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക ചർച്ച വേണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് അവരോടൊപ്പം എന്ന സന്ദേശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു. പാർലമെന്റിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റിൽ പ്രത്യേക ചർച്ച വേണമെന്ന ആവശ്യം അനുവദിക്കാത്തതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. 5 വർഷത്തിനിടെ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു. പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചാലും പഴയ അംഗബലമേ പോലീസിലുള്ളൂവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന PC വിഷ്ണുനാഥ് പറഞ്ഞു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ ഉൾപ്പെടെ നടത്തിവരികയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ മെന്ററിംഗ് സംവിധാനമുണ്ടെന്നും 8 മണിക്കൂർ ജോലി എന്നത് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ AN ഷംസീറിനുമെതിരെ രൂക്ഷ വിമർശനം. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശരിയായില്ലെന്നും റിയാസ് മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാതെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നുവെന്നും വിമർശനമുണ്ടായി. അതോടൊപ്പം സ്പീക്കർ AN ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും സ്പീക്കർ BJP ബന്ധമുള്ള വ്യവസായിയുമായി വരെ ബന്ധമുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. ഭാര്യയുടെ പേരുള്ള ഭൂമി ഇടപാടിൽ നിന്ന് ഒരു പിൻവാങ്ങലും നടന്നിട്ടില്ലെന്ന് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് പ്രതികരിച്ചു. കൃത്യമായ കരാറോടെയാണ് ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത്. 3 മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു. ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു. മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്ന് ധാരണയായിരുന്നു. തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും DGP വ്യക്തമാക്കി. പ്രോപ്പർട്ടിയിൽ യാതൊരു ബാധ്യതയില്ലെന്ന് പറഞ്ഞിരുന്നുവെന്ന് ഭൂമി ഇടപാട് കേസിലെ പരാതിക്കാരനായ തിരുവനന്തപുരം സ്വദേശി ഉമർ ഷെരീഫ് പറഞ്ഞു. ഇടപാടുകളെല്ലാം DGP ദർവേസ് സാഹിബുമായി നേരിട്ട് ബന്ധപ്പെട്ടായിരുന്നു. 3 ഘട്ടങ്ങളിലായി 30 ലക്ഷം രൂപ നൽകിയിരുന്നു. വീണ്ടും രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ആധാരം കാണണമെന്ന് താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഉമർ ഷെരീഫ് പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥലത്തിന് ആൽത്തറ SBI ബ്രാഞ്ചിൽ 26 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്ന് അറിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു. അവഹേളിക്കണമെന്ന് ആഗ്രഹമില്ലെന്നും പണം തരാത്തതിനാലാണ് നിയമപരമായി നീങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ഡോക്ടർമാർക്കെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഇവരെ പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായി പേരുവിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. അടുത്ത 15 ദിവസത്തിനകം ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. 2023 ഒക്ടോബർ വരെ ജോലിക്ക് ഹാജരാകാത്തവരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ആരോഗ്യ ഡയറക്ടറേറ്റിന് കീഴിലെ 385 ഡോക്ടർമാരുൾപ്പെടെ 432 ജീവനക്കാരെ സർക്കാർ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ഡോക്ടർമാർ 1 മാസത്തിനകം സർവീസിൽ കയറണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. സ്കൂളിന് എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകണം. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന കണ്ണൂർ പട്ടാന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇന്നലെ രാവിലെ അധ്യാപകർ എത്തിയപ്പോഴാണ് ക്ലാസ് മുറിയിൽ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ക്ലാസ് മുറിക്കുള്ളിൽ പ്രവേശിച്ചല്ല, ജനൽ വഴിയാണ് അജ്ഞാത സംഘം തീയിട്ടത്. മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന ക്ലീനിങ് വസ്തുക്കൾ തീയിടാനും ശ്രമം നടന്നു. തീ ആളിപ്പടർന്നിരുന്നുവെങ്കിൽ വലിയ അപകടമുണ്ടാകുമായിരുന്നു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. ഭയങ്കര ടോൾ പ്ലാസയിൽ പ്രാദേശികവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടോൾ പിരിവ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാദേശികവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ FIR മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 281 മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വകുപ്പ് 194D എന്നിവ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അപകടകരമായി വാഹനമോടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്ക് എതിരെയാണ് കേസ്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ പാർട്ടിയുടെ അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. തെറ്റായ ഒരു നടപടിയും വെച്ച് പൊറുപ്പിക്കില്ലെന്നും വലിയ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നും MB ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം പാർട്ടിയിൽ തെറ്റായ ഒരു പ്രവണതയും വെച്ച് പൊറുപ്പിക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. തെറ്റായ പ്രവണതകളും രീതികളും അംഗീകരിക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.